ഹായ്, വെൽക്കം ടു കലവറ. വിഷു വരാറായി. എല്ലാവരും വിഷു സദ്യ ഒരുക്കുന്ന തിരക്കിലായിരിക്കും. ഇത്തവണത്തെ വിഷു സദ്യക്ക് നമുക്കൊരു പച്ചമാങ്ങ പച്ചടി ആയാലോ? അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് പച്ചമാങ്ങ, അത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഏകദേശം 1 കപ്പ് വരും. പിന്നെ വേണ്ടത് ഉടച്ച തൈര്, അത് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ആകാം. 1/2 കപ്പ് തിരുമിയ തേങ്ങ, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ ജീരകം 1/2 ടീസ്പൂൺ. പിന്നെ താളിക്കാൻ വേണ്ടത് വെളിച്ചെണ്ണ, കടുക്, ചുവപ്പ് മുളക്, കറിവേപ്പില. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തിരുമിയ തേങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളകൊന്ന് പൊടിച്ചിടാം, ജീരകം, അല്പം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് പിന്നെ ചേർക്കാം. എല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാം. ഇത്രയും കൂടി ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കടുക് ഇതിനോടൊപ്പം അരച്ച് കഴിഞ്ഞാൽ അതങ്ങ് അരഞ്ഞു ചേരും. ഞാനത് വേറെ ചതച്ചാണ് എടുക്കുന്നത്. ഇത് ഇത്രയും കൂടെ അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് മാങ്ങയും കൂടെ ചേർത്തരയ്ക്കാം. മിക്സിയിൽ അരച്ചെടുത്ത അരപ്പും കടുക് ചതച്ചതും, കടുക് ഇടികളിലിട്ടൊന്ന് ചതച്ചെടുക്കുക ചെയ്തത്. സ്റ്റവ് ഓണാക്കി ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ചുവപ്പ് മുളക് ഒരു 3 എണ്ണം ഞാൻ ചേർക്കുന്നുണ്ട്, മുറിച്ചിടുക. വേപ്പില, രണ്ട് 3 കറിവേപ്പിലയും കടുകും മുളകും ഒക്കെ കൂടെ ഞാൻ മാറ്റുകയാണ്, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. മിക്സി കഴുകിയെടുത്ത വെള്ളം, കടുക് ചതച്ച് വെച്ചിരുന്നു, ഈ അരപ്പിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം, പച്ചമുളകിൻ്റെയൊക്കെ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ലപോലെ തണുത്തതിന് ശേഷം വേണം തൈര് ഇതിൽ ഒഴിക്കേണ്ടത്. ഇത് 1.5 കപ്പ് തൈരുണ്ട്, ഇതിലേക്ക് ചേർക്കാം. നന്നായി തണുത്തിട്ടുണ്ട്, തണുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പച്ചമാങ്ങ നമ്മൾ എടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പച്ചമാങ്ങയ്ക്ക് ഒരുപാട് പുളിയുള്ളത് എടുക്കരുത്. നമ്മൾ തൈരിനും ചെറിയ പുളി കാണും, അതുകൊണ്ട് ചെറിയ പുളിയാണെങ്കിൽ കുഴപ്പമില്ല, പുളിയില്ലാത്ത മാങ്ങയാണ് അത്രയും നല്ലത്. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചത്, ഒരുപാടാകരുത്, ഒരു നുള്ളേ ആവുള്ളൂ, കൈ കൊണ്ടെടുത്തിട്ടാലും മതി. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പോരാ, കുറച്ച് ഉപ്പിട വേണം. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ പച്ചടി റെഡിയായി. ഇത്തവണത്തെ വിഷുവിന് പച്ചമാങ്ങ പച്ചടിക്ക് വിഷു സദ്യയിലൊരു സ്ഥാനമുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.